ബംഗ്ലാവ് ബംഗ്ലാവ് അപ്പോ ഗുഡ് മോർണിംഗ്. നല്ല അടിപൊളി ഒരു ഗ്ലാസ് ഹോം സ്റ്റേ. എഴുന്നേൽക്കുമ്പോൾ തന്നെ ആകാശമാണ് നമ്മൾ കാണുന്നത്. ഇന്നലെ നല്ല അടിപൊളി വൈബായിരുന്നു. ആകാശം തൊട്ട് നക്ഷത്രമൊക്കെ നോക്കി കിടന്ന് ഉറങ്ങുമായിരുന്നു. കടച്ചേട്ടാ ഗുഡ് മോർണിംഗ്. പനി കടച്ചേട്ടാ, പനി ഭയങ്കര തൊണ്ടയ്ക്ക് വരാൻ. വണ്ടി കയറാൻ ഒരു പാരസെറ്റമോൾ കഴിക്കാൻ കിടന്നുറങ്ങുക. എല്ലാവർക്കും തട്ടിക്കുട്ട് സ്റ്റോറീസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കൊടൈക്കനാൽ വ്ളോഗാണ്. മീതട്ടാ ഗുഡ് മോർണിംഗ്. വല്ലാത്ത വെയില്. ഞാൻ എഴുന്നേറ്റ് പല്ലേച്ചിട്ട് വരാം. ഓ വയ്യ ഗൈസ്, നല്ല പനിയായി. അവിടെ സംസാരമൊക്കെ ഇനിയും ശോകമായിരിക്കും. ഭയങ്കര തൊണ്ടയ്ക്കുവാൻ. അങ്ങനെ ഞങ്ങൾ രാവിലെ ഫുഡൊക്കെ കഴിച്ച് അങ്ങനെ പോകാനുള്ള പരിപാടി എല്ലാം പാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനി മല കയറുന്ന ടാസ്ക്. വലിയൊരു മല കയറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ വണ്ടി ഈ മലയുടെ മുകളിലാണ്. അതാണ് നമ്മൾ സ്റ്റേ ചെയ്ത സ്ഥലം. എല്ലാവരും നടന്നു പോയി. എനിക്കാണ് പനിയുള്ളതുകൊണ്ട് ഞാൻ പതുക്കെ കയറുന്നത്. അപ്പോൾ വണ്ടിക്കകത്ത് എത്തിയിട്ട് കാണാം. അങ്ങനെ നമ്മൾ വണ്ടിയിടയ്ക്ക് എത്തി. അയ്യോ, ഇതിവിടുത്തെ ഏതോ ഒരു സ്കൂളാണ്. അപ്പോൾ ശരി, ഞാൻ ഒരു പാരസെറ്റമോൾ കഴിച്ചിട്ട് കിടക്കുക. യാത്രയുടെ പകുതി ഘട്ടത്തിൽ ഫ്രൂട്ട്സ് മേടിക്കാൻ വേണ്ടി ഇറങ്ങിയാണ്. ഫ്രൂട്ട്സ് നല്ല അടിപൊളി ഫ്രൂട്ട്സ്. നല്ല കട്ട് ചെയ്ത പീസ് നല്ല എന്താ സീതപ്പഴമോ? അടിപൊളി സീതപ്പഴം. ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ നല്ല തേങ്ങൻ്റെ ടേസ്റ്റാണ്. സുഖം ഉറക്കം വിസാറ് യാത്രയുടെ ക്ഷീണത്തിൽ സുഖം ഉറക്കം. പനി പിടിച്ച അവശനായി സൂര്യൻ കിടന്നുറങ്ങുകയാണ്. പനിയുടെ ഗുളിയൊക്കെ കഴിച്ചിട്ട് കിടന്ന ഉറക്കത്തിൻ്റെ ക്ഷീണത്തിലാണ് ഞാൻ പതുക്കെ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് ഗുളിക കഴിച്ചിട്ട് നല്ലൊരു ഉറക്കം ഉറങ്ങി. ഞാൻ എഴുന്നേറ്റപ്പോഴത്തേക്ക് ഇവർ ഫ്രൂട്ട്സ് മേടിക്കാൻ വേണ്ടി കടയിൽ കയറിയേക്കുമായിരുന്നു. ടേസ്റ്റ് പൊന്നു മോനെ. ഏതാണ്ട് കുരു എന്ന് പറഞ്ഞാൽ അതിനകത്തില്ല. 2-3 കുരു ഉള്ളത്. മധുരം എന്ന് പറഞ്ഞല്ലോ തേൻ്റെ ടേസ്റ്റാ. ഒരു രക്ഷയില്ല. ഒരു പീസ് എടുത്ത് തരാമോ? പിന്നെന്താ മൊത്തം ഞാനോട് ഒന്ന് ടേസ്റ്റ് ചെയ്യട്ടെ. അടിപൊളി സാധനം കേട്ടോ. നമ്മുടെ നാട്ടിൽ കിടന്ന് സീതപ്പഴമായിട്ട് ഇത് വേറെയാ. ഇത് കണ്ടില്ലേ, നമ്മുടെ നാട്ടിൽ കിടന്ന് വേറെ മറ്റേ മുള്ളുള്ള ടൈപ്പാ. മുള്ളുള്ള ടൈപ്പാ. അരി ഇല്ല ഇതിനകത്ത്. നമ്മുടെ നാട്ടിലെ അടുത്ത് അരി കൂടുതലാണ്. ഇതിനകത്ത് അരി 3-4 അരി ഉള്ളൂ വലിയ ഒരു സീതപ്പഴത്തിനകത്ത്. ശരി, നല്ല മധുരം കേട്ടോ. അപ്പം ഞാൻ ഒരെണ്ണോടെ കഴിക്കാൻ പോവാം. നമ്മുടെ നേരെ മേഘമല. ഇങ്ങോട്ടാ മേഘമല. ഓക്കെ, ഞാൻ പൂർവാധിക ശക്തിയോടെ പാരസെറ്റമോൾ കഴിച്ചിട്ട് തിരിച്ചു വന്നിരിക്കുകയാണ്. ചേട്ടാ മേഘമല വിട്ടോ. അടുത്ത മേഘമലയിലുള്ള യാത്ര വൈകിട്ടോ കുമിളി ശബരിമല. ഇവിടുത്തെ ഫ്ലെക്സാർക്ക് പോകണം കേട്ടോ. ഇവിടെ കാണാൻ ഒരു ഫ്ലെക്സ് ആണ് കിട്ടാലോ. പശുവിനെ മേടിച്ചത് എന്ത് എവിടാ? കണ്ണാപ്പികളുണ്ട്. ഇവിടുത്തെ കണ്ണാപ്പികള, തമിഴ് കണ്ണാപ്പികള്. എഞ്ചിൻ വണ്ടിയുടെ പെട്രോള് തീരാറാതെ നമ്പർ ഫില്ല് ചെയ്യുകയാണ്. പ്രാഷൻ ഫ്രൂട്ട് ടേസ്റ്റ് ചെയ്യും. അതിലുണ്ടോ? അടിപൊളി. നമ്മുടെ നാട്ടിൽ കിട്ടുന്നതിനേക്കാളും പൊളി സാധനം അല്ലേ? പിന്നെ അഗെയിൻ നമ്മൾ ഒരു കരിക്ക് ഒഴിക്കാൻ വേണ്ടി നിർത്തിയിരിക്കുകയാണ്. അണ്ണാ എനിക്കോട്ടൊരു കരിക്കേ. വീട് കഴിക്കുമ്പോൾ സൗണ്ട് അതാ അടിപൊളി ഐറ്റം ഇല്ല. അടിപൊളി
எப்படி இருக்கு? അതിലുണ്ടോ? ആ ഫീല് മുഖത്ത് കിട്ടി. അണ്ണനെ എടുത്തിരിക്ക്. ആണ് സാധനം. ഇതാണ് കരിക്ക്. ഇതിന്റെ ഫീൽ അത് കിട്ടുന്നില്ല. ഓക്കെ അണ്ണാ, താങ്ക് യു. അങ്ങനെ നമ്മൾ കരിക്ക് കുടിച്ചിട്ട് മേഘമലയിലോട്ട് പൊക്കോണ്ടിരിക്കുകയാണ്. രണ്ട് ഉപകാരം ഇതിനുണ്ട്. ഒന്ന് കറണ്ടും കിട്ടും, ഈ ജോലി ചെയ്യുന്ന പണിക്കാർക്ക് കാറ്റും കിട്ടും, നല്ല ഫാൻ പോലെ. അങ്ങനെ നമ്മൾ ചെക്ക് പോസ്റ്റിൽ എത്തിയിരിക്കുകയാണ്. എല്ലാരും ഇറങ്ങി. അങ്ങനെ നമ്മൾ ചെക്ക് പോസ്റ്റ് കയറിയിരിക്കുകയാണ്. നമ്മുടെ വണ്ടിയെല്ലാം ചെക്ക് ചെയ്ത് ഇന്നലത്തെ 2-3 ബോട്ടിൽ നമ്മൾ വെള്ളം മേടിച്ച ബോട്ടിലൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം അവർ ഡിസ്പോസ് ചെയ്യാൻ പറഞ്ഞു. ഡിസ്പോസ് ചെയ്തു. ആണോ ചേട്ടാ? ചെക്കിങ്ങും പരിപാടി എല്ലാം കഴിഞ്ഞല്ലോ? ചെക്കിംഗ് എല്ലാം കഴിഞ്ഞു. എൻട്രി വല്ലതും ഉണ്ടോ? പാസ് വല്ലതും ഉണ്ടോ? പാസ് വല്ലതും ഉണ്ടോ? ടോക്കൺ നമ്പർ 5:30 മുമ്പ് തിരിച്ചോട് വരണം. ഇറങ്ങാം. കയറി ഇനി ചിലപ്പോൾ വീഡിയോ എടുക്കുമ്പോഴത്തേക്ക് പ്രശ്നമായിരിക്കും. ഏത് മലയാണ്? വലിയ മലയാണ്, നമുക്ക് ടോപ്പിൽ എത്തണം. ഓക്കെ, അപ്പൊ നമുക്ക് എങ്ങനെ വിട്ടാലോ? സെറ്റ്. ഇനി അവിടെ ചെക്ക് പോസ്റ്റ് ആണോ? ഇല്ലേ, ഇനിയില്ല. അപ്പൊ ഇത് എൻഡ് ചെയ്യുന്ന എവിടെ? എന്റെ റോഡ് തീരുവല്ലയോ? ആണോ? പിന്നെ ഇതിന്റെ പേരെന്താ? ഏഴാമ്പലി. ഏഴാമ്പലി ഉണ്ടല്ലോ. കേട്ടേ മലയണ്ണാന്റെ ഫോട്ടോ വെച്ചേക്കു. മാറിപ്പോയതാണ് ആ ഫോട്ടോ. ആൾക്കാർ ഒരു തെറ്റ് പറ്റും. ഫ്ലൈ ഫ്ലൈ ഫ്ലൈ. അവിടെ ഈ നാവിഗേഷൻ ബോർഡിലോട്ട് നോക്കി. സാധാരണ നമ്മുടെ ഇവിടെ മൊത്തം ചെറിയ ചെറിയ റോഡുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങോട്ടും. ഇനിയിപ്പോ ഈ മല കയറുന്നതുകൊണ്ട് വേറെ ഒരു റോഡും ഒരു വഴികളും വേറെ അങ്ങോട്ടും നല്ല രീതിയിൽ. നമ്മള് കൊടൈക്കനാൽ പോകുമ്പോഴേ ഊട്ടി പോകുമ്പോ ആ മാപ്പിൽ നോക്കി കഴിഞ്ഞാൽ മൊത്തം കൃഷിത്തോട്ടങ്ങളും ആ ഒരു കാണുന്നത്. പക്ഷെ മൊത്തം അല്ലാതെ കണ്ടോ ഒന്നുമില്ല. കൊക്കയാ ഈ കാണുന്നതെല്ലാം. കൊക്കയാണ്. ഇവിടുന്നാണ് കൊക്കയും വരുന്നത്. ഇവിടുന്ന് കൊക്ക. ഓ കൗണ്ടർ. കൊക്കയിൽ നിന്നും കൊക്കയിൽ. അവിടെയൊക്കെ റോഡിൽ പോകണം. ഞങ്ങളിവിടെ പോയില്ലായിരുന്നു. ഞങ്ങൾ വന്നില്ല. അടിപൊളിയാണ്. കാട്ടിക്കൂടെ ആനപ്പിണ്ടോ? പണ്ട് പറഞ്ഞ ആനപ്പിണ്ടത്തെ എവിടെ മുടി കളിക്കുന്നു ചവിട്ടി നോക്കായിരുന്നു. വെറുതെ എന്തിനാ ഈ BRP ഒക്കെ ചെയ്യുന്നത്? പണ്ട് പറയുന്നത് ഉപ്പന്റെ ഇത് നല്ലതാണ്. ആനപ്പിണ്ടത്തെ എവിടെ കഴിഞ്ഞാൽ മുടി ഞാൻ കേട്ടിട്ടുണ്ട്. വേറെ ശരിക്കാനുണ്ട് കേട്ടോ. ശരിക്കാനുണ്ട് കേട്ടോ. നമ്മള് വിചാരിക്കുന്നോണ്ടല്ല, ശരിക്കാനും കുഞ്ഞാന. അത് കുഞ്ഞാന, അതാണ് കുഞ്ഞാനയാ, വലിയ ആനയല്ല ഇത്. കുഞ്ഞാന. ഇവിടെ റിസോർട്ട് സ്റ്റേ കുറവാണ്. ഒരു സ്റ്റേ ഉള്ള സർക്കാരിന് അത് വെറും ലോക്കൽ സ്റ്റേ, ചെറിയ സ്റ്റേ. പിന്നെ ഉള്ളത് നല്ല റിസോർട്ടാ. അത് മറ്റേ എന്തോ ടീ ബ്രൈഡ് എന്ന് പറഞ്ഞ അങ്ങനത്തെ ഒരു ടീമിന്റെ നല്ല, അത് സൂപ്പർ റിസോർട്ടാ. ബംഗ്ലാവ്. അത് ബംഗ്ലാവ്. നമുക്കൊരു ആനത്താര കണ്ടുപിടിച്ചാൽ. ആനത്താര. ചൂരിന്റെ മണം ഉണ്ടായി നിർത്തിയാണ്. എന്താണ്? കടുവായ ഉണ്ട് ഇവിടെ. കടുവയോ? കടുവയെ പിടിച്ച കിടുവ. കടുവ ഉണ്ട് ഇവിടെ. ഇപ്പൊ ഇത് പറഞ്ഞു നമ്മള് മേഘത്തിനേക്കാളും മണ്ടയ്ക്കാ. വേണ്ടല്ലേ നമ്മളെ വീഡിയോ എടുത്തില്ല. ഇവിടെ മേഘം നമ്മളിങ്ങനെ തൊട്ട് ഇങ്ങനെ പറഞ്ഞു പോകും. തൊട്ടില്ല. ഇവിടെ 2 പിള്ളേർ മേഘത്തിനൂടെ പോയി കാണാനില്ല. ഇവരെ കിട്ടിയിട്ടില്ല. യാത്ര ചെയ്യാം നമുക്ക്. പൈസ ഫ്രീയാ, ബിൽക്കുൽ ഫ്രീ. അവിടുത്തെ ചെക്കിങ് മാത്രം നോക്കിയാ താഴത്തെ, പിന്നെ ഒന്നും നോക്കണ്ട. മേഘത്തെ കയറി അടുത്ത് താഴെ വീഴരുത്. അതെ, നമുക്ക് അവയിൽ തന്നെ കയറ്റാം. മേഘത്തെ ഞാനിന്ന് മേഘത്തെ കയറിയിട്ടുള്ള കാര്യങ്ങളാണ്. മേഘം കണ്ടേ അങ്ങനൊക്കെ പാട്ടൊക്കെ പാട്ടാ. ഇപ്പൊ ഒരു ആന വരണം. അടിപൊളിയായിരിക്കും. വ്യൂ കേട്ടോ. ഇത് പഞ്ചായത്ത് വഴി അല്ലല്ലോ. താര ആന വരുന്ന പഞ്ചായത്ത് വഴിയാണ്. അല്ലല്ല, ആനത്താര. ആന കണ്ടു. ആന എന്നും വരുന്ന ഒരേ വഴി കൂടെ വരുത്തുള്ളൂ. ആണോ? ഇവിടെ വലിയ കാണാനായിട്ട് വലിയായിട്ടൊന്നും ഇല്ല. നമ്മളിപ്പം വാഗമൺ അല്ലെങ്കിൽ മൂന്നാർ, കൊടൈക്കൽ പോകുന്നോട്ട് അങ്ങനെയുള്ള സ്പോട്ടുകളോ ടൂറിസ്റ്റ് അങ്ങനെയുള്ള പ്ലേസ് ഒന്നും ഇല്ല. ജസ്റ്റ് ഈ തേയിലത്തോട്ടവും മറ്റു കാര്യങ്ങളും പിന്നെ ഒരു ക്ലൈമറ്റും ഇവിടുത്തെ. അത്
അതേ ഉള്ളൂ. മലകള് എത്ര മലയുടെ മണ്ടയ്ക്കാണ് 34 ഡിഗ്രി ചൂടും ഒക്കെ ഉണ്ട്. എടുത്തു പറയേണ്ട ഇത് ഭയങ്കര ക്ലൈമറ്റ് 34 ഡിഗ്രി ചൂടാ. പുലി കണ്ട പുലി കണ്ടാ പുലിയെ കണ്ട ഇവിടെ കൊമ്പ് കുറഞ്ഞ സ്ഥലം ഇത് ആനയും പുലിയും തമ്മിൽ എനിക്കാണെങ്കിൽ എടുത്തിട്ട് വയ്യ. ഒരു ബോഡി പോലും ഇംഗ്ലീഷ് എഴുതും, എല്ലാം തമിഴിലങ്ങ് എഴുതി വെക്കുക. നമ്മൾ സാധാരണക്കാർ തമിഴ് എങ്ങനെ മനസ്സിലാക്കി എടുക്കും? എല്ലാം തമിഴിലങ്ങ് എഴുതി വെച്ചു. നമ്മളിപ്പോ യാത്ര ചെയ്തോണ്ടിരിക്കുന്നതേ കൊടുങ്കാടിനുള്ളിലൂടെ. കാടെന്ന് പറഞ്ഞാ മനം. അതെ, ഇവിടെ കൊള്ളാം, നല്ല ഒരു തണുപ്പൊക്കെ ഉണ്ടല്ലേ. ഇപ്പൊ തണുപ്പുണ്ട്, അത് AC കുറച്ചിട്ടല്ലേ. AC കൂട്ടി തീപ്പെട്ടി കൊണ്ടുപോകണം ആയിരിക്കും, ചോദിച്ചാലോ. അല്ലെങ്കിൽ നമ്മള് പുറകിൽ തന്നെ കിടക്കണ്ടേ. ഡ്രൈവറെ സമ്മതിച്ചു കൊടുക്കണേ. എന്തായാലും തുമ്പിക്കയില്ലയോ. എന്തോ പരിപാടി കേട്ടോ, മല ഇടിഞ്ഞു പോകണം കേട്ടോ. അതാ പക്ഷെ വേറെ കാര്യം കേട്ടോ, ഇവിടത്തെ തേയിലക്ക് ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും. ഭയങ്കര ഏറ്റവും ഉയർത്തി സ്ഥിതി ചെയ്യുന്ന തേയിലയായിരുന്നു. മോഹൻലാൽ പറഞ്ഞോണ്ടല്ല, ഇവിടുത്തെ തേയിലക്ക് പ്രത്യേക ഒരു ഗുണമുണ്ട്. ഭയങ്കര ടേസ്റ്റ് ആണ് ഇവിടുത്തെ തേയില, ഭയങ്കര ക്വാളിറ്റി. ഇനി നമുക്ക് 10 മിനിറ്റ് യാത്രയും കൊണ്ടുപോകാൻ എത്ര അവിടെ കുറച്ച് വീടുകളൊക്കെ ഉണ്ട് കണ്ടോ. സോറി, മേഘമല. മേഘമലയുടെ ബ്യൂട്ടി ഇതാണ് കണ്ടോ, മേഘമലയുടെ ബ്യൂട്ടി ഇതാണ്. നമ്മള് മേഘമലയിലോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ജസ്റ്റ് വണ്ടി ഒന്ന് ഒതുക്കി. നല്ല അടിപൊളി സ്ഥലം കേട്ടോ. പക്ഷെ ഞങ്ങൾ ഗൂഗിളിനകത്ത് നോക്കിയപ്പോഴത്തേക്ക് ഇവിടെ നല്ല ചൂടാണ് കാണിച്ചത്. പക്ഷെ ഇപ്പം കുഴപ്പമില്ല, അത്യാവശ്യം നല്ല ക്ലൈമറ്റ് ഉണ്ട്. ക്ലൈമറ്റ് ഇങ്ങനെ ആയി വരുന്നുള്ളൂ. എന്നിട്ട് അവിടെ കേണ്ട അടിപൊളി നല്ല നല്ല വീടുകൾ. അല്ലെങ്കിൽ ഈ തേയിലത്തോട്ടത്തിൻ്റെ ഭംഗി അത് വേറൊരു വൈബ് തന്നെ കേട്ടോ. അല്ലേട്ടാ മോനെ, ഇത് നേരെ പോയി നമ്മൾ മണലാർ എസ്റ്റേറ്റിലായിരുന്നു. അപ്പർ മണലാർ എസ്റ്റേറ്റ് എന്ന് പറയും. നേരെ പോയി നമ്മൾ ചില സ്ഥലത്തിന് പറയുന്ന സ്ഥലപ്പേര. പക്ഷെ നമ്മള് ഗൂഗിളിനകത്ത് നോക്കിയപ്പോഴേ എന്താ നല്ല ചൂടല്ലേ കാണിച്ചത്. പക്ഷെ വലിയ ചൂടില്ല, 34 ഡിഗ്രി നിന്ന് കാണിച്ചത്. പൂള് കള്ളം പറഞ്ഞത്. അപ്പൊ നമ്മളങ്ങനെ കുറച്ചു നേരം നടക്കുകയാണ്. ഗ്രാമങ്ങളൊക്കെ ഒരു രാപ്പാർക്കാം. അതെ, നമുക്ക് ഗ്രാമങ്ങളിലേക്കൊന്ന് രാപ്പാർക്കാം. വീഡിയോ കിട്ടിയോ? അപ്പൊ നമുക്ക് ഇനിയും പോണം മേഘമലയിലേക്ക് എത്താൻ വേണ്ടി. ഇതല്ലേ നമ്മളാ റീൽസിനകത്ത് കണ്ട സ്ഥലം അല്ലേ? നല്ല അടിപൊളിയില്ലേ. പ്രത്യേകം അറിയോ, ഫ്രഷ് എയർ. മറ്റേ അവിടുത്തെ കൂടെ പൊല്യൂട്ടർ അല്ലേ. കൊടൈക്കനാലൊക്കെ പറഞ്ഞാൽ ഭയങ്കര തിരക്കും. മാറ് നല്ല ഫ്രഷ് എയറും നല്ല സൈലന്റും. ഇവിടെ അധികം ജനത്തിരക്കൊന്നും ഇല്ല. വലിയ ടൂറിസ്റ്റുകളൊന്നും ഒരു സ്ഥലമല്ല. ഭയങ്കര പീസ്ഫുള്ളാ. കൊടൈക്കനാൽ എന്ന് പറയുമ്പോൾ ഭയങ്കര തിരക്കല്ലേ, ഭയങ്കര ക്രൗഡും വണ്ടിയും. സൈലന്റ് സൈലന്റായിട്ടുള്ള നല്ല ഇളം കാറ്റും അവിടെ ആ ഒരു സൈലന്റും നല്ല പ്രകൃതി രമണീയമായ സ്ഥലം ഇല്ലേ. അടിപൊളി. സുഹൃത്തുക്കളെ, ചെറിയൊരു പണി കിട്ടിയിരിക്കുകയാണ്. മൂത്രം വയ്ക്കാൻ വേണ്ടി വണ്ടി നിർത്തിയപ്പോൾ കള്ളഞ്ചേട്ടൻ ഒരു കല്ലിന്റെ മണ്ടയ്ക്ക് ഫോൺ വെച്ച് മറന്നുപോയി. നെറ്റ്വർക്ക് ഇല്ല. ഞങ്ങളാകെ ടെൻഷൻ അടിച്ചു പോയി. ഞങ്ങൾ പിന്നെ അങ്ങുവരെ നടന്ന്, ഞാനും മനോജനോണ്ട് അങ്ങുവരെ നടന്നിട്ട് ഞങ്ങൾ പിന്നെ തിരിച്ചു വന്നു. എടുത്തരാം. ഞങ്ങൾ ഇങ്ങനെ ഒരു വീഡിയോ എടുക്കാൻ വേണ്ടി അവിടെ സ്റ്റോപ്പ് ചെയ്തതാ. അപ്പോഴത്തേക്കാ ഫോൺ കാണുന്നില്ലെന്ന് പറഞ്ഞു. നമുക്കൊരു സെൽഫി എടുക്കാം. ഓക്കെ അല്ലേ? താങ്ക് യു. പൊളിച്ചടാ. ചേച്ചി ബംഗ്ലാവ് ചേച്ചി ബംഗ്ലാവ് ഇല്ല. തമിഴല്ല. 10,000 രൂപയോ രണ്ടുപേർക്ക്? അങ്ങോട്ട് പോയാ എന്താ ഈ ഒരൊറ്റ ബംഗ്ലാവേ ഉള്ളൂ? 3 അല്ലേ? 3 ഫില്ലാണ്. പുറത്ത് ഷോപ്പിലുണ്ടോ? ടീ ഷോപ്പിലുണ്ടോ? പാലത്തല്ലോ. ഓൺലൈൻ ബുക്കിംഗ് ഇല്ലേ? നമ്പർ തരുമോ? ഓൺലൈൻ ബുക്കിംഗ് ഇല്ലല്ലേ? 944 250
92509. പേരെങ്ങനെയാ? എബിൻ. ഒരു ചായ കുടിച്ചാലോ? എവിടെ പോയാലും ചായ മസ്റ്റ് അല്ലേ? ചായ മസ്റ്റാ. ഇതേ ഉള്ളു, വേറെ ഒന്നും ഇല്ല. ചായക്കട എന്ന് പറഞ്ഞാൽ ഇതേ ഉള്ളു. ഈ ഒരു കടയുള്ളൂ ഇവിടെ. 25-30 കിലോമീറ്റർ ഇതേ ഉള്ളു. അതെ, പഞ്ചായത്തിന്റെ നമ്മള് നല്ല കോട ഇറങ്ങുന്നുണ്ട്. നമ്മൾ മേഘമലയൊക്കെ കണ്ട് ഭയങ്കര പീസ്ഫുൾ സ്ഥലം കേട്ടോ, സമാധാനമുള്ള സ്ഥലം. അടിപൊളി പടം. ചോറുണ്ടോ? ഓർമ്മ മേഘമലയിൽ നിന്നും ഒരു ഊണ് വേണോ? എല്ലാവർക്കും വേണോ? എന്നാ പിടി. തോരൻ വന്ന് തോരൻ അടിപൊളി തോരനാന്ന് തോന്നുന്നു. ആ കുറച്ചുകൂടെ കൊള്ളാം. കൊഞ്ചം കൂടെ ഏതൊക്കെ ഭാഷയല്ലേ സംസാരിക്കുന്നത്? ഹിന്ദി, ഇംഗ്ലീഷ്, തമിഴ്. നല്ല അടിപൊളി ഊണാട്ടോ. ഇങ്ങനെ ഒരു കട നമുക്ക് പരിചയപ്പെടുത്തിയ ആളാണ് അബീത്തൻ. അടിപൊളി സാമ്പാർ, സൂപ്പർ സാമ്പാർ. അപ്പം നമ്മൾ മേഘമല എത്തി. മേഘമല മൊത്തം ഒന്ന് എക്സ്പ്ലോർ ചെയ്ത് ഇവിടെ അടുത്തുള്ളൊരു കടയിൽ കയറി ചായ കുടിക്കാനായിട്ട് കയറിയതാണ്. ചായ കുടിക്കാൻ കയറിയപ്പോഴത്തേക്ക് അവിടെ ആൾക്കാർ ഊണ് കഴിക്കുന്നുണ്ട്. ഞങ്ങൾ ഊണും കഴിച്ചു. അവരിത് വീണ്ടും ഒരു ചായ കുടിക്കുന്നു. അപ്പോൾ നമ്മുടെ ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ നമ്മുടെ തുടർന്നുള്ള വീഡിയോസും കാര്യങ്ങളെല്ലാം കാണാനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക, വീഡിയോ ഷെയർ ചെയ്യുക. കമൻറ്റിൽ വന്നിട്ട് നിങ്ങളുടെ കമൻറ്റ്സ്, നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. വീഡിയോ മോശമാണെങ്കിൽ മോശമാണെന്ന് പറയുക, എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അതെല്ലാം പറയുക. ഓക്കെ, അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോ ആയിട്ട് കാണുമ്പോഴേക്കും ബൈ ബൈ. നമ്മുടെ നാട്ടിലേക്ക് എത്തിയിരിക്കുകയാണ്. അയ്യോ, നമ്മൾ കണ്ണഞ്ചേട്ടനെ വിടാൻ വേണ്ടി കണ്ണഞ്ചേട്ടൻ്റെ വീട്ടിൽ വന്നിരിക്കുകയാണ്. ഇവിടെ കണ്ണഞ്ചേട്ടൻ്റെ വീട് വാദത്തിലെത്തിയിരിക്കുന്നു. നമ്മുടെ ഒരു ഇതിൻ്റെ ഫലമായിട്ട് നമ്മൾ ഡെൻഡഗിലി ബ്രെഡ് കഴിക്കാൻ പോയതാണ്. ആ ഡെൻഡഗിലി ബ്രെഡ് കഴിച്ചപ്പോഴാണ് അടുത്ത ഡെസ്റ്റിനേഷൻ അടുത്ത് കൊടൈക്കനാലെന്ന് അറിയുന്നത്. ഏരിയ കൊടൈക്കനാൽ പൂണ്ടി, മനവ്, ക്ലാവർ. അവിടെ നേരെ തിരിച്ച് കൊടൈക്കനാൽ. അവിടെ നേരെ ഇത്ര കിലോമീറ്റർ ഉള്ളതെന്ന് പറഞ്ഞു മേഘമലയ്ക്ക്. ആരും പോകാത്ത സ്ഥലം മേഘമല. അവിടെ പോയി നമ്മൾ എക്സ്പ്ലോർ ചെയ്തു, അവിടെ എൻജോയ് ചെയ്തു, എല്ലാം ചെയ്തു. നേരെ തിരിച്ച് ഇവിടെ ഒരു സ്റ്റേ നമുക്ക് ഉണ്ടായിരുന്നു. പക്ഷേ അവിടെ മേഘമല സ്റ്റേ ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ലായിരുന്നു. ആകപ്പാടെ 3 ബംഗ്ലാവേ ഉള്ളത്, അതെല്ലാം ഫില്ലായിരുന്നു. നമ്മൾ 10,000 രൂപ കൊടുത്ത് നമ്മൾ എടുത്തതിന്, പക്ഷേ എന്ത് ചെയ്യാൻ ഫില്ലായിപ്പോൾ എല്ലാം. ആകപ്പാടെ 3 ബംഗ്ലാവ് ഫില്ലായിരുന്നു. അതിനായി നമ്മളിപ്പോൾ തിരിച്ചെത്തിയിരിക്കുന്നതേ കണ്ണഞ്ചേട്ടൻ്റെ വീട്ടിലേക്ക്, വാദത്തിലേക്ക് സ്വാഗതം. ഗുഡ് നൈറ്റ്, ബൈ ബൈ. ഭംഗിയായിട്ട് സേഫായിട്ട് ഇവിടെ നമ്മൾ എത്തി. എല്ലാത്തിനും പോകാൻ അനുഗ്രഹം. പിന്നെ വേറൊരു ട്വിസ്റ്റ് ഉണ്ട്. നമ്മുടെ ഇവിടുന്ന് വണ്ടി എടുക്കുന്നതിന് തൊട്ട് തിരിച്ച് എത്തുന്നിടം വരെ കണ്ണഞ്ചേട്ടനാണ് വണ്ടി ഓടിച്ചത്. ഏകദേശം എത്ര കിലോമീറ്ററാ? ഒരു കൈയടി കാര്യം. എല്ലാ സാറിന്റെ ഗുഡ് നൈറ്റ്. ഓക്കെ, ഗുഡ് നൈറ്റ്.